ഹായ് നമസ്കാരം. വിജയ് ടോക്സിലേക്ക് സ്വാഗതം. നമ്മൾ ഒരുപാട് പക്ഷികൾ കണ്ടിട്ടുണ്ട് അല്ലേ? ആ പക്ഷികളിൽ ഒരു നല്ലൊരു പക്ഷിയാണ് കുയിലെന്ന് പറയുന്നത്. കുയിൽ. ഈ കുയിലിനെ സംബന്ധിച്ച് അതിൻ്റെ ശബ്ദം കേൾക്കാൻ ഭയങ്കര രസമാണ്. ഇത്ര ബ്യൂട്ടിയാണ് അതിൻ്റെ ആ ഒരു ശബ്ദം പുറപ്പെടുവിക്കുന്നത്. എന്നാൽ മറ്റ് പക്ഷികൾ വെച്ച് നോക്കുമ്പോൾ ഇതിന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്. പക്ഷേ ഈ കുയിലിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അത് കാണാൻ കൊള്ളത്തില്ല. ഒരു കറുത്ത കളറും ഒരു വല്ലാത്ത ഭയങ്കര ഭംഗിയൊന്നുമില്ല അതിന്. മറ്റുള്ള ലവ് ബേർഡ്സിനെ പോലെ അല്ലെങ്കിൽ മറ്റുള്ള കുറേ കിളികളെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അതിനെ വെച്ച് നോക്കുമ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഭംഗിയില്ല. കുയിലിൻ്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആണെങ്കിൽ എന്തായിരിക്കും പറയുന്നതെന്ന് അറിയാമോ? നമ്മൾ പറയും, എന്നെ കാണാൻ കൊള്ളത്തില്ല, അതിന് നോക്കി, അവിടെ നോക്കി, ഈ കളറ്, എൻ്റെ ദൈവനൊമ്പുരാനെ ഈ കളർ എനിക്ക് തരണോർന്ന അങ്ങനെ പറയില്ലായിരുന്നു. എന്നാൽ കുയിലിന് മറ്റുള്ള പക്ഷികളെക്കാളും മനോഹരമായി പാടുവാനുള്ളൊരു കഴിവ് ദൈവം കൊടുത്തു. നമ്മളെല്ലാവരും നമ്മളുടെ കഴിവിൽ നോക്കാതെ നമ്മുടെ കുറവിലാണ് നോക്കുന്നത്. ഈ കുറവിൽ നോക്കിക്കൊണ്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ദൈവത്തിനോട് നന്ദി പറയാൻ പറ്റാറില്ല. ബൈബിളിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഒന്നും മറക്കരുത് എന്ന് പറഞ്ഞാൽ അവൻ കുറവിലോട്ടല്ല നോക്കേണ്ടത്. പക്ഷെ ദൈവം എനിക്ക് മറ്റുള്ളവനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ പഠനത്തിൽ പുറകോട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ ചിന്തിക്കണം, നിങ്ങളുടെ മറ്റൊരു ഏതെങ്കിലും ഒരു ഏരിയയിൽ നിങ്ങൾ സക്സസ് ആയിരിക്കും. സച്ചിൻ ടെണ്ടുൽക്കറിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഭയങ്കര ഹൈ ക്വാളിഫിക്കേഷൻ ഒന്നുള്ള വ്യക്തിയല്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ കരിയറിൽ അദ്ദേഹം എവിടെയൊന്നും സക്സസ് ആണെന്ന് അവരുടെ പാരൻസ് കണ്ടെത്തി. മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളിലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഏരിയകൾ കണ്ടെത്താൻ പറ്റണം. എന്നിട്ട് പേഴ്സണലി നമ്മുടെ ലൈഫിൽ നമ്മളും എവിടെയാണ് സക്സസ് എന്ന് കണ്ടെത്തി അതിലോട്ട് തിരിയണം. ദൈവം നിങ്ങളെ ഒരുപാട് അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്.